അമ്മച്ചേ, അങ്ങനെയൊക്കെ അങ്ങ് നടന്നുപോയി. ജാതി മതമൊന്നും നോക്കണ്ട. തേ വരണുണ്ട്, തരക്കേടില്ല, അത്രേ ഉള്ളൂ. നമുക്കതൊക്കെയല്ലേ കിട്ടുള്ളൂ. അറക്കളം പീലി എന്റെ വല്യപ്പച്ചന. നാട്ടുകാർക്ക് ഇദ്ദേഹം തമാശയാ, ലെജൻഡ്, തസ്കര വീരൻ. പക്ഷേ അപ്പനേക്കാളും വലിയ സ്ഥാനത്താ ഞാൻ വെച്ചിരിക്കുന്നത്. ഹീസ് ഗ്രേറ്റ്. എനിക്കറിയാം. നീ ഒന്ന് ഒരുങ്ങി, നമുക്കൊന്ന് പുറത്തു പോവാം. ഒരുങ്ങാന്ന് പറയുമ്പോ ഇച്ചിരി ഓവർ ആയിക്കോട്ടെ. നല്ല പളപളാന്ന് മിന്നുന്ന സാരി, മാലയും വളയും കമ്മലും അരഞ്ഞാണും. അരഞ്ഞാണ് തന്നെ ഞാത്തി ഇങ്ങനെ കുറച്ച് നീണ്ടു കിടന്നോട്ടെ. 4 പീപ്പിൾസ് കാണട്ടടി. എന്താ ഒരുങ്ങാന്ന് പറയുമ്പോ എനിക്ക് ഇതേ ഉള്ളൂ. വീട്ടിൽ ചെന്നാലും കൂടിയതൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്ന് തങ്കമണി, സെന്റിമെന്റൽ ആകാതറി. നിന്റെ ഇല്ലാവല്ലാഴികളൊക്കെ അറിയാവുന്ന ഫാലാക്കാരൻ ഭർത്താവല്ലടി ഫുല്ലേ ഞാൻ. നീ വാ. ഇതൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു വെച്ചതാ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നിന്റെ ആ കൂട്ടുകാരിയോടാ. ഏത് കൂട്ടുകാരി? ഏലിക്കുട്ടി ഫ്രാൻസിസ്, ഇണ്ടന്തുരുത്തിയിൽ വീട്, ഇരിട്ടി. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് തങ്കം. ഞാൻ ആ കത്തങ്ങ് പൊട്ടിച്ചു. അത് വായിച്ചപ്പോഴേ നിന്റെ ലവ് അഫെയർ മനസ്സിലായത്. പിറ്റേന്ന് തന്നെ പോയി ഞാൻ മാലയും സാരിയും മേടിച്ചു. എന്തൊക്കെ ആയാലും മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഐ എം സോറി. സാരല്ല ബേബി ചായ, ഞാനും ഒരു തെറ്റ് ചെയ്തു. വല്ല കടുത്ത തെറ്റുവാണെങ്കിൽ പറയല്ലേ തങ്കമണി. ആ കാർഗിൽ ഇതൊന്നല്ല. ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇല്ലേ, ഇണ്ടന്തുരുത്തിയിലെ. എവിടെ വീട്? അങ്ങനൊരാളില്ല. അങ്ങനൊരാളില്ലേ? ഏലിക്കുട്ടി ഫ്രാൻസിസ് എന്നൊരാള് ഇരട്ടിയിലെങ്ങുമില്ല. എനിക്കറിയായിരുന്നു എന്റെ പേര് കണ്ട സുഗതം കത്തെടുക്കുമെന്ന്. എടുത്താ അത് ബേബിച്ചാന്റെ കൈ തരും. കൈ കിട്ടിയ ബേബിച്ചാൻ ഇത് പൊട്ടിക്കും. ഞാൻ ആലോചിച്ചപ്പോ എല്ലാം തുറന്നു പറയാൻ ആ ഒരു മാർഗേ ഉള്ളൂ. ഇല്ലാത്തൊരാളിന്റെ പേരിൽ കത്തയക്കാം. അതൊരു തെറ്റാണോ ബേബിച്ചായ? ഇനി അങ്ങോട്ടുള്ള നിന്റെ കൂടെ എന്റെ ജീവിതം അതൊരു വൻ റിസ്ക് ആണ് തങ്കമണി. Kalin!